ആദ്യത്തെ ഒരു അടിയിൽ തന്നെ സിയാദ് ഉമ്മാന്ന് വിളിച്ച് അല്ല ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ച് മുതുകത്തടിച്ച്. അപ്പോൾ ഇങ്ങനെ ഉമ്മാന്ന് വിളിച്ച ഇത് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ എനിക്കൊരു സങ്കടം വന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, അടിച്ചതായിട്ട് ഞാൻ അങ്ങോട്ട് നോക്കി. ഞാൻ നേരെ തന്നെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഒരുപാട് അടി അടിച്ചിട്ടുണ്ട് സാർ ഇവിടുന്ന്. ഇല്ലില്ല, അങ്ങനെ വലിയ ഇതൊന്നുമില്ല. കൈ കൊണ്ടുള്ളൊരു ഇല്ല. സീറ്റിൽ ഇരിക്കുവോ, ബാക്ക് സീറ്റിൽ സിയാദ് ബാക്ക് സീറ്റിൽ, സാർ ഫ്രണ്ട് സീറ്റിലും ആയിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന അടി കൈ കൊണ്ടുള്ള ഇതേ ഉള്ളു. ഇവിടുന്ന് മിസ്സിംഗ് കേസിന്റെ ഒരു ഇത് ഭാഗമായിട്ടാണ് സിയാദിനെ ഇത് കൊണ്ടുപോകുന്നത്. കാരണം അവൻ എവിടെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, എവിടെയൊക്കെ ആരുടെയൊക്കെ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരുടെ വീട്ടിലും എല്ലാം പോയി. അല്ല, ഞാൻ ഇപ്പൊ എല്ലായിടത്തും പോകുമ്പോഴും ഞാൻ കണ്ടു. അങ്ങനെയാണ് സിയാദിന്റെ ഇതില് ഇവന്റെ കൂടെ കാണാതെ പോയ കൊച്ചിന്റെ അമ്മ കൂടി പറഞ്ഞിട്ടാണ് സിയാദിനെ വിളിക്കാൻ വരുന്നത്. അപ്പം വീട് അറിയത്തില്ല എന്നൊരിത് കൊണ്ടാണ് എന്നെയും കൂടെ കൊണ്ടുവന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ഇപ്പം അവർ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. സിയാദ് ഉറങ്ങുക. അപ്പം ചോദിച്ചാൽ പറഞ്ഞ് കക്ക് വയ്യ, ഗുളിക അയച്ചിട്ട് കിടക്കുക. അപ്പം അവർ വിളിച്ച്, പോലീസുകാർ അകത്ത് കയറി വിളിച്ച് വണ്ടി കയറ്റി അവർ കൊണ്ടുപോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചോദിച്ച്, കൊച്ചുങ്ങൾ എന്ത് ചെയ്യും, നിനക്കറിയാവോ, അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ച സമയത്ത് പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും നേരം ആ കൊച്ചിനെ തപ്പി നടന്നതാ, ഇപ്പൊ എനിക്ക് വയ്യാഞ്ഞോണ്ടാ സാറേ ഞാൻ ഇവിടെ വന്നത്. ഇല്ല, അങ്ങനൊന്നും ഇതുവരെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല അവന്റെ ഭാഗത്തുനിന്ന്. ഇതിപ്പോ അത് കൂട്ടുകാരന് വീട്ടിൽ എന്തോ സീനാന്ന് പറഞ്ഞാൽ അവൻ പോയപ്പോ അവന്റെ കൂടെ അങ്ങ് പോയതാ. അല്ലാതെ അവൻ ഇവിടെ ഒരു സീനോ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യത്തെ ഒരു അടിയിൽ തന്നെ സിയാദ് ഉമ്മാന്ന് വിളിച്ച് അല്ല ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ച് മുതുകത്തടിച്ച്. അപ്പോൾ ഇങ്ങനെ ഉമ്മാന്ന് വിളിച്ച ഇത് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ എനിക്കൊരു സങ്കടം വന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, അടിച്ചതായിട്ട് ഞാൻ അങ്ങോട്ട് നോക്കി. ഞാൻ നേരെ തന്നെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഒരുപാട് അടി അടിച്ചിട്ടുണ്ട് സാർ ഇവിടുന്ന്. ഇല്ലില്ല, അങ്ങനെ വലിയ ഇതൊന്നുമില്ല. കൈ കൊണ്ടുള്ളൊരു ഇല്ല. സീറ്റിൽ ഇരിക്കുവോ, ബാക്ക് സീറ്റിൽ സിയാദ് ബാക്ക് സീറ്റിൽ, സാർ ഫ്രണ്ട് സീറ്റിലും ആയിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന അടി കൈ കൊണ്ടുള്ള ഇതേ ഉള്ളു. ശ്രീജിത്ത് സാറ്. പക്ഷെ ക്രൂരമായ മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവിടെ വണ്ടിക്കകത്തിരുന്ന് അടിച്ചൊന്നുമില്ല. പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അടിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നടന്ന കയറിയത് ഇല്ലായിരുന്നു. അവിടെ ഒന്നും വലിയ വിഷയമൊന്നുമില്ല. ഇവിടെ താമസിക്കുന്നത് ആ ടൈമില് ഈ വീട്ടിലാ കസ്റ്റഡിയിലെടുത്ത് വിട്ടു. അടിച്ചതിനു ശേഷം വിട്ടല്ലോ, വിട്ടിട്ട് മോള് ഇവനെ ഈ വീടിന്റെ പരിസരത്തൊക്കെ ഈ വീട്ടിലാ താമസിച്ചിരുന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല, ഇത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് വീട് മാറണമെന്ന് അന്ന് തന്നെ രാത്രി ഒന്ന് വീട് മാറണമെന്ന് പറഞ്ഞപ്പോൾ ഇവര് വീട് തപ്പി എല്ലാം ചെയ്യാതെ പോകുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് പുറത്തിറങ്ങും. വണ്ടിയിലെടുത്ത് വണ്ടിയൊക്കെ ഒട്ടിച്ച് പോകുന്നുണ്ട്. അല്ലാതെ ഇവിടെ അങ്ങ് ഇറങ്ങിയോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. നോർമലായിട്ട് എന്ന് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ നിന്നത്. അതായത് പോലീസ് വണ്ടിയിൽ വെച്ച് പോലീസുകാർ മർദ്ദിക്കുന്നത് മോള് കണ്ടു. അതിനുശേഷം സ്റ്റേഷനിൽ വന്നപ്പോൾ യാതൊരുവിധ പ്രശ്നവും ഇല്ലായിരുന്നെന്നാണ് മോള് പറയുന്നത്. അതിനുശേഷം സീനെ കണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ നോർമലി കണ്ടുകൊണ്ടിരുന്നത് കുറെ നാളുകൊണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ഇത് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇത് ഞാൻ തോന്നിയിട്ടില്ല. ഇല്ല, അപ്പോഴേ ഞങ്ങൾ തിരിച്ചു വന്നിരുന്നു. ഇനി വന്നായിരുന്നു. പോലീസ് ചെറുതായിട്ടൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. അടിച്ചിട്ടുണ്ട്. അതേ പറയാം. അല്ലാതെ വലിയ രീതിയിൽ ഇങ്ങനെ അടിച്ചു അങ്ങനൊന്നും ഇല്ല. ഇല്ല. ഞാൻ വണ്ടിക്കകത്തിരുന്നുള്ള അടിക്ക് മാത്രമേ. അത് ഫസ്റ്റ് അടി തന്നെ വിളിച്ചപ്പോ, കാരണം വീട്ടിൽ പോലും ഇവരെടുത്ത് മിണ്ടരുതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരെടുത്ത് വരെ വഴക്കിട്ടിട്ടുണ്ട് അയാൾക്ക് വേണ്ടി. പിന്നെ എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അവൻ മറ്റേ കൂട്ടുകാരൻ ചെറുക്കനെയും കാണുന്നില്ല, രണ്ടുപേരെയും കാണുന്നില്ല. അപ്പൊ ഈ കൂട്ടുകാരൻ ചെറുക്കന്റെ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ പോയത്. അപ്പൊ ഈ പെരുമ്പഴയ്ക്കപ്പുറം മുണ്ടപ്പള്ളി അവിടെയൊക്കെ നിന്ന് കറങ്ങിയിരുന്നതാണ്. അല്ല, അച്ചാമ്മയാ കൊടുത്തേക്കുന്ന പരാതി. ഞാൻ കൂടെ പോയിരുന്നു. ഒറ്റയ്ക്ക് ഇതല്ലേ, അങ്ങനെ കൂടെ പോയിരുന്നതാ. വഴി അറിയത്തില്ല. വീട് എവിടാന്ന് അറിയാത്തത് കൊണ്ടാ കൊണ്ടുവന്നത് അന്ന്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അടിച്ചിട്ടുണ്ട്. വലിയ ക്രൂരമായിട്ട് അടിച്ചെന്ന് വെച്ചാൽ അങ്ങനൊന്നും ഇല്ല. ഇതിനുശേഷം എത്ര ദിവസം സിയാദിനെ പിന്നെ കണ്ടിരുന്നു? ഇവിടുന്ന് പോകുന്ന ഒരാഴ്ച കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരാഴ്ച കഴിഞ്ഞ് അച്ഛനെ തിരക്കി ഇവർ രണ്ടുപേരും, അതായത് ആ ചേച്ചിയും സിയാദ് ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ല, അന്നും ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പം അച്ഛനോട് വന്ന് ചോദിച്ചു ഇങ്ങനെ അച്ഛൻ ഇവിടെ ഉണ്ടോ എന്ന്. ഇവിടെ വന്നാ ചോദിച്ചത്. ഓട്ടോയ്ക്കകത്ത് ഓട്ടോ ഓടിച്ചോണ്ട്. ഓൾറെഡി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. നല്ലോണം രാവിലെ വെളുപ്പിനെ 4 മണിയാകുമ്പോ തുടങ്ങും.
മദ്യപാനം. ആ ഇവിടെ നിന്നുകൊണ്ട് വിസിലടിക്കും അച്ഛനെ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു.